നമസ്കാരം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ 2 മലയാളികൾ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. തൃശൂർ ചാവക്കാട് മുനക്കക്കടവ് സ്വദേശി ജലാലുദ്ദീനാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് അമേരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. വ്യാഴാഴ്ചയാണ് മരണം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വർക്കല റാത്തിക്കൽ സ്വദേശി അഷീർ ഖാനാണ് മരിച്ചത്. ടാക്സി ഡ്രൈവറായിരുന്നു ഇദ്ദേഹം. അതേസമയം കോവിഡ് ബാധിച്ച് കുവൈറ്റിൽ 6 പേർ കൂടി മരിച്ചു. പുതുതായി 562 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 99 ഇന്ത്യക്കാർ ഉൾപ്പെടെ 562 പേർക്ക് കൂടി പുതുതായി കൊറോണ കണ്ടെത്തിയപ്പോൾ 1473 പേരാണ് ഇന്ന് രോഗമുക്തരായത്. പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിന്റെ അടുത്ത ഘട്ടം ഫ്ലൈറ്റ് സർവീസുകളുടെ വിശദവിവരങ്ങൾ ഇന്ത്യൻ എംബസി പുറത്തുവിട്ടു. ഇതനുസരിച്ച് ജൂൺ 10 മുതൽ 23 വരെ ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ എംബസി ചാർജ് ഡി അഫയേഴ്സ് നേർബുനേഗി പറഞ്ഞു. ഇത്തവണ കേരളത്തിലേക്ക് തിരുവനന്തപുരം സെക്ടറിൽ 5 സർവീസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവ ഡൽഹിയിലേക്കും 4 ചെന്നൈയിലേക്കും 3 ബാംഗ്ലൂരിലേക്കും വിജയവാഡയിലേക്കും ഓരോ സർവീസ് വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ സെപ്റ്റംബറിൽ തുറന്നേക്കാൻ സാധ്യത. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതായി സ്കൂൾ മേധാവികൾ അറിയിച്ചു. ദുബായിലെ 100 സ്വകാര്യ സ്കൂൾ മേധാവികൾ തമ്മിൽ നടത്തിയ ഓൺലൈൻ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം തീരുമാനിച്ചത്. എന്നാൽ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് തീയതി UAE വിദ്യാഭ്യാസ വകുപ്പോ സ്വകാര്യ സ്കൂൾ അധികൃതരോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും അക്കാദമിക സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഒമാനിൽ ഇന്ന് 5 പേർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. രോഗികളുടെ എണ്ണം 15,000 കടന്നിരിക്കുന്നു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 72 ഉയർന്നിരിക്കുന്നു. 770 പേർക്കാണ് ഒമാനിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 343 സ്വദേശികളും 423 പേർ വിദേശികളുമാണ്. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 15,086 3451 പേർ സുഖം പ്രാപിച്ചുവെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കാലത്തിന് ശേഷം സൗദി അറേബ്യയിലെ പള്ളികൾ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരവും കുത്തുബയും പുനരാരംഭിക്കും. ആദ്യ ജുമുഅ പ്രസംഗം ആരോഗ്യ മുൻകരുതലുകളെ കുറിച്ചായിരിക്കണമെന്ന് മതകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുൽ അസീസ് അലുഷേഖ് നിർദ്ദേശം നൽകി. കോവിഡ്-19 പ്രതിരോധ മരുന്നിനായുള്ള ആഗോള ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഖത്തർ. $2 കോടി സഹായമാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹംദ് അൽധാനി പ്രഖ്യാപിച്ചത്. ലണ്ടനിൽ നടക്കുന്ന ലോക വാക്സിൻ ഉച്ചകോടിക്കിടെയാണ് അമീറിന്റെ പ്രഖ്യാപനം. വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയ ചർച്ചയ്ക്കിടെയാണ് ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ അമീർ സഹായം പ്രഖ്യാപിച്ചത്. കോവിഡ് പോരാട്ടത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ എല്ലാ ശ്രമങ്ങൾക്കും ഖത്തറിന്റെ പരിപൂർണ പിന്തുണ ഉറപ്പു നൽകുമെന്നും അമീർ വ്യക്തമാക്കി. ബഹ്റൈൻ കേരള സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള 4 ചാർട്ടർ വിമാനങ്ങൾ നാളെ കേരളത്തിലേക്ക്. 3 വിമാനങ്ങൾ കൊച്ചിയിലേക്കും 1 കോഴിക്കോട്ടേക്കുമാണ് എത്തുന്നത്. 4 വിമാനങ്ങളിലായി ബഹ്റൈനിൽ നിന്ന് 694 പ്രവാസികൾ നാട്ടിലെത്തും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ഗൾഫ് എയറിന്റെയും 2 വീതം വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. കോവിഡ്-19 രോഗവ്യാപനത്തിനെതിരെയുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തന നിബന്ധനകളും പാലിച്ച് UAE ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾ, മന്ത്രാലയങ്ങൾ, മറ്റ് അതോറിറ്റികൾ എന്നിവിടങ്ങളിലെ 50% ജീവനക്കാരും ഞായറാഴ്ച മുതൽ ജോലിക്ക് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 30% ഫെഡറൽ ജീവനക്കാരും മെയ് 31 മുതൽ ജൂൺ 4 വരെ പൊതുമേഖലയിൽ വിജയകരമായി ജോലിയിൽ തിരിച്ചെത്തിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമെന്ന് സർക്കാർ അറിയിച്ചു. സൗദി അറേബ്യയിൽ കൊറോണ രോഗം ബാധിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 32 രോഗികൾ മരിച്ചു. സൗദിയിൽ കൊറോണ രോഗം മൂലം മരണപ്പെട്ടവരിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ മരണനിരക്കുകളെല്ലാം 20 മുകളിലാണ്. കൊറോണ ബാധിച്ച് ഗുരുതരമായ സാഹചര്യത്തിൽ കിടക്കുന്നവരുടെ എണ്ണം 1000 കവിഞ്ഞതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് മടങ്ങാനാവാതെ കിർഗിസ്ഥാനിൽ 250ഓളം മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു. വന്ദേ ഭാരത് മിഷന്റെ 3ാം ഘട്ടത്തിലും രാജ്യത്ത് നിന്ന് വിമാന സർവീസ് ഇല്ലാത്തതാണ് വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്നത്. കിർഗിസ്ഥാനിലെ ഓഷ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ 250ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് നാട്ടിലേക്ക് മടങ്ങാനാകെ കുടുങ്ങിക്കിടക്കുന്നത്. വന്ദേ ഭാരതിന്റെ 3ാം ഘട്ടത്തിൽ 11ഓളം വിമാനങ്ങളാണ് കിർഗിസ്ഥാനിൽ നിന്നും ചാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ കേരളത്തിലേക്ക് ഇത്തവണയും ഒരു സർവീസ് പോലുമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ
നിലപാട് ചാർട്ടർ വിമാന സർവീസുകൾക്ക് തിരിച്ചടിയാകുമെന്ന് ആശങ്ക. സ്പൈസ് ജെറ്റിന് പുറമെ കൂടുതൽ വിമാന കമ്പനികൾക്ക് അനുമതി നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. കുറഞ്ഞ നിരക്കിൽ ആളുകളെ കൊണ്ടുവരണമെന്ന കേരളത്തിന്റെ പിടിവാശി പ്രതിസന്ധി സങ്കീർണമാകുന്ന ആശങ്കയിലാണ് പ്രവാസ ലോകം. മടങ്ങാൻ ആഗ്രഹിച്ച എംബസികളിലും കോൺസുലേറ്റുകളിലും രജിസ്റ്റർ ചെയ്തവരിൽ 15% പേർക്ക് പോലും ഇതിനകം അവസരം ലഭിച്ചിട്ടില്ല. ഗർഭിണികൾ, വയോധികർ, ചികിത്സ ആവശ്യമുള്ളവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, വിസിറ്റ് വിസയിൽ വന്നു കുടുങ്ങിയവർ ഉൾപ്പെടെ മുൻഗണനാ പട്ടികയിൽപ്പെട്ട 10,000ങ്ങളും ആഴ്ചകളായി കാത്തിരിപ്പിലാണ്. ഒമാനിൽ നിന്നുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം നാളെ. ICF ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിമാനം മസ്കറ്റിൽ നിന്ന് പുറപ്പെടുമെന്ന് ജനറൽ സെക്രട്ടറി മുഹമ്മദ് റാസിഖ് അറിയിച്ചു. കരിപ്പൂരിലേക്കാണ് ആദ്യ സർവീസ്. 180 പേർക്കാണ് യാത്രയ്ക്ക് അവസരം. 11 ഗർഭിണികൾ, അടിയന്തര ചികിത്സ ആവശ്യമുള്ള 42 രോഗികൾ, സന്ദർശന വിസയിൽ എത്തിയ ഒമാനിൽ കുടുങ്ങിയ 50 പേർ, തൊഴിൽ നഷ്ടപ്പെട്ട 48 പ്രവാസികൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് ആദ്യ വിമാനത്തിലെ യാത്രക്കാർ. വന്ദേ ഭാരത് മിഷൻ 4ാം ഘട്ടത്തിൽ നിന്ന് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ വെട്ടിക്കുറച്ചു. പുതിയ ഘട്ടത്തിൽ 52 വിമാനങ്ങൾ മാത്രമാണ് പട്ടികയിലുള്ളത്. കഴിഞ്ഞ ഘട്ടത്തിൽ 85 വിമാനങ്ങൾ സർവീസ് നടത്തിയപ്പോഴാണ് 52 വിമാനങ്ങൾ മാത്രം കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്ന് അവസാനിക്കുന്ന 3ാം ഘട്ടത്തിൽ UAE നിന്ന് മാത്രം 56 വിമാനങ്ങളാണ് കേരളത്തിലേക്ക് സർവീസ് നടത്തിയത്. എന്നാൽ ഈ മാസം 9 മുതൽ ജൂലൈ 2 വരെ നീളുന്ന പുതിയ ഘട്ടത്തിൽ UAE നിന്ന് 10 വിമാനങ്ങൾ മാത്രമേ പട്ടികയിലുള്ളൂ. അബുദാബിയിൽ നിന്ന് 6 വിമാനവും ദുബായിൽ നിന്ന് 4 വിമാനങ്ങളും മാത്രമാണ്. ലക്ഷക്കണക്കിന് പേരാണ് UAE നിന്ന് ഇനിയും വിമാനത്തിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാനൊരുങ്ങി ഇത്തിഹാദ്. യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ നഗരങ്ങളിലേക്ക് ഈ മാസം 10-ന് അബുദാബി വഴി 20 സർവീസാണ് ആരംഭിക്കുന്നത്. ജക്കാർത്ത, കറാച്ചി, മെൽബൺ, സിയോൾ, സിംഗപ്പൂർ, ടോക്കിയോ, ആംസ്റ്റർഡാം, ബാർസിലോണ, മിലാൻ, പാരീസ്, സൂറിച്ച് എന്നീ സെക്ടറിലേക്കാണ് സർവീസ്. മെൽബൺ, സിഡ്നി, UK എന്നിവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു.